കരുനാഗപ്പള്ളി ജിം സന്തോഷ് കൊലപാതക കേസിൽ മുഖ്യപ്രതികളിൽ ഒരാൾ കൂടി പിടിയിലായി. കൊലപാതക സംഘത്തിലുണ്ടായിരുന്ന സോനുവാണ് പിടിയിലായത്. പള്ളിക്കുന്നത്തു നിന്നും ഉച്ചിറ പോലീസാണ് ഇയാളെ പിടികൂടിയത്. ദിലീപ് ദേവസ്യ വിവരങ്ങൾ നൽകും. ദിലീപ്, ഇപ്പോൾ ഒരു പ്രതി കൂടി പിടിയിലായിരിക്കുന്നു. എന്താണ് പോലീസ് പറയുന്നത്? സ്മൃതി, കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിൽ ഇപ്പോൾ 4 പ്രതികളാണ് പിടിയിലായിരിക്കുന്നത്. ഇപ്പോൾ പിടിയിലായത് സോനു ആണ്. സോനു ഈ കേസിൽ ഇവർക്ക് കുറ്റകൃത്യത്തിനൊപ്പം തീർന്ന 6 പേർ, വാഹനത്തിലുണ്ടായ 6 പേരിൽ ഒരാളാണ് സോനു ആണ് തോട്ട ഉണ്ടാക്കി നൽകിയത്. അതായത് ജിം സന്തോഷിൻ്റെ വീട്ടിലേക്ക് തോട്ട എറിയുന്നതിന് വേണ്ടി തോട്ട ഉണ്ടാക്കി നൽകിയ ആളും സോനുവാണ്. ഒപ്പം ഈ വാഹനത്തിലുണ്ടായിരുന്നു. ഇന്നലെ പിടിയിലായത് മൈനഹരിയും പ്യാരിയുമാണ്. നേരത്തെ പിടിയിലായത് രാജപ്പൻ എന്ന രാജീവും. അങ്ങനെ 4 പേർ ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ജിം സന്തോഷ് വധക്കേസിൽ ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്. ഇനി പ്രധാനികളായ 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. അത് ഒന്ന് അലുവ അതുലും മറ്റൊന്ന് പങ്കജുമാണ്. ഇവർ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പോലീസിൻ്റെ കൺവെട്ടത്ത് നിന്ന് ആലുവയിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്തത്. പിന്നീട് പങ്കജ് അടക്കം ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് വലിയ തോതിലുള്ള ഊർജിതമായ അന്വേഷണമാണ് പ്രതികൾക്ക് വേണ്ടി നടത്തുന്നത്. സംസ്ഥാനത്തുടനീളം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ ഈ പ്രതികളുടെ പശ്ചാത്തലമടക്കം കണ്ടതാണ്. വലിയ കൊടും ക്രിമിനലുകളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നതാണ് അലുവ അതുലും പങ്കജും. അവരാണ് ഇനി പിടിയിലാകാനുള്ളത്. എന്തായാലും കൊലപാതക കേസിൽ ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും 4 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇനിയും പ്രധാനമായിട്ടുള്ള 3 പേർ കൂടി പിടിയിലാകാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും കേസിൽ ഇപ്പോൾ നിർണായകമായ മൊഴി ഈ പ്രതികളിൽ നിന്ന് രേഖപ്പെടുത്തി. ഒടുവിൽ പിടിയിലായത് സോനുവാണ് തോട്ട ഉണ്ടാക്കി നൽകുകയും ചെയ്തത്. സ്മൃതി, ശരി. ദിലീപ് ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്.